ഹായ് നമസ്കാരം. മുരുങ്ങ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടുമീനാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് മുളകിട്ട് വറ്റിച്ചെടുക്കാം. നമുക്ക് ആദ്യം തന്നെ മീൻ നന്നായിട്ട് വെട്ടിക്കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പം നമ്മുടെ അടുമീൻ വൃത്തിയായിട്ട് വെട്ടി നുറുക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. അടപ്പ് കത്തിച്ചിട്ടുണ്ട്. പുറത്ത് അടപ്പിൽ വെക്കാൻ പറ്റില്ല, ഭയങ്കര മഴയാണ്. അതുകൊണ്ട് അകത്ത അടപ്പിലാണ് വെക്കുന്നത്, വിറകടപ്പിൽ. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, സവാള, ചെറിയ ഉള്ളി ഇത് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി വഴന്ന ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പാകത്തിന് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, നമുക്ക് കുറച്ച് ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം മാറട്ടെ. അപ്പം നമ്മൾ കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അരപ്പ് തിളച്ച ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു 20 മിനിറ്റ് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം.
നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചാറൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമുക്കിനി ചാറൊക്കെ വറ്റിയൊന്നൊന്ന് നോക്കാം. നമ്മുടെ കറിയുടെ ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കാം. നന്നായിട്ട് ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. അടൂമീൻ കറി റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നല്ലോണം ഉപ്പും പുളി എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.